ഗംഭീരമായി ഉദ്ഘാടനം നടത്തിയ കോഴിക്കോട് കല്ലുത്താങ്കടവ് പാളയം മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പാളയം മാർക്കറ്റ് കല്ലുത്താങ്കടവിലേക്ക് മാറ്റുമെന്ന കോർപ്പറേഷന്റെ പ്രഖ്യാപനം എത്രത്തോളം നടപ്പിലായി അന്നും ഇന്നും? കഴിഞ്ഞ മാസം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് കല്ലുത്താൻകടവിലെ ന്യൂ പാളയം മാർക്കറ്റ്. ഒരു മാസത്തോടടുക്കുന്നു, എന്നിട്ടും ഇങ്ങോട്ട് കച്ചവടക്കാർ എത്തിയിട്ടില്ല. പാളയം മാർക്കറ്റ് തുറന്നിട്ടില്ല. ഇതാണ് ഇതിൽ മേയർ ബീന ഫിലിപ്പിന് പറയാനുള്ളത്. തുറന്നു കൊടുക്കാത്തതല്ല ശരിക്കും. നമ്മളന്ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും അവിടെ ഇലക്ട്രിക്കൽ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിരുന്നില്ല. ശ്രദ്ധിച്ചോ? ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രീന്ന് ഒച്ച കേൾക്കാം. പലരും അവിടെ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ട് ചില ഗ്ലാസിൻ്റെ സാധനങ്ങൾ അവർക്ക് തട്ടായിട്ട് വെക്കേണ്ടതിൻ്റെ പണികൾ നടത്തുന്നുണ്ട്. അവർക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ആ സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൂടി പിന്നെ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അവർ മിക്കവാറും ഭൂരിപക്ഷം പേരും അപ്പോഴേക്കും ആ പണിയൊക്കെ കഴിച്ച് അവിടെ വന്നത് തുടങ്ങും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പാളയം മാർക്കറ്റ് പഴയയിടത്തു തന്നെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് കച്ചവടക്കാർ പുതിയ മാർക്കറ്റിലേക്ക് പോകാത്തത്? ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അവിടെ ഷിഫ്റ്റിങ്ങിനുള്ള സമയം ആയിട്ടില്ല, വർക്ക് കഴിഞ്ഞില്ല, കുറച്ചുകൂടെ വർക്ക് കഴിയാണ്ട്. പിന്നെ ഞങ്ങൾക്കായിരിക്കും നിർദ്ദേശം കിട്ടിയിട്ടില്ല മാറാനുള്ള. രേഖാമൂലം ഇത്ര ഡേറ്റിന് മാറണം എന്നുള്ള നിർദ്ദേശം കിട്ടിയില്ല, അറിയിച്ചിട്ടില്ല. പുതിയൊരു മാർക്കറ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെയുള്ള കച്ചവടക്കാരെ അങ്ങോട്ട് മാറ്റും എന്ന് പറഞ്ഞ് നിൽക്കാല്ലാണ്ട് അതിൽ കൂടുതലുള്ള വിവരമൊന്നും കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. കുത്തക മുതലാളിമാർ എടുത്ത സംവിധാനം ശരിയായില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പരന്ന് നിൽക്കുന്ന മാർക്കറ്റായിരിക്കണം. മുകളിലും താഴത്താണ് ഈ മാർക്കറ്റ്. ആരും ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ റൗണ്ടിങ്ങിലായിരിക്കണം. 10-60 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന് ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഒരാളും അനുവദിക്കില്ല. കോഴിക്കോട് കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയാണ് കല്ലുത്താൻകടവ് ന്യൂ പാളയം മാർക്കറ്റ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം നടത്തിയെന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ ശക്തമായി ഉയരുന്നത്. അബിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.